ഇപ്പൊ ഇപ്പോഴും ഉണ്ട് അവിടെ. ഞാൻ ചോദിക്കാൻ ജീവനോടുണ്ട്, ജീവനോടുണ്ട്, കുഴപ്പമില്ല. ഈ ദിൽ രാജ് എന്ന് പറയുന്ന പേരിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, എന്താണെന്നറിയോ? ദിൽഖരാജ് എന്നായിരിക്കും. നമ്മളൊക്കെ ഇവിടെ നിന്ന് പാടിയാലാണ് ഇതിന്റെ പകുതിയെങ്കിലും കിട്ടുള്ളൂ. ഞാൻ ഗസല് പാടി കഴിഞ്ഞപ്പം ചിത്രേച്ചി ഇങ്ങനെ ആദ്യം എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ദിൽരാജ് എന്നെ ഫാനാക്കി കളഞ്ഞു. അതിലും വലിയൊരു तू है तो दिल धड़कता है. നമുക്ക് എന്ത് മെന്റൽ ടേമോയിൽ ഉണ്ടെങ്കിലും നമ്മളൊരു ഷോ ഏറ്റിട്ടുണ്ടെങ്കിൽ ആ ഷോ നമ്മൾ ചെയ്യാം എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ ധർമ്മം. അത് കഴിഞ്ഞ് ഞാൻ ഇവര് പറഞ്ഞ പോലെ പി ജിയും എടുത്തു. പി ജി ഇല്ലെങ്കിൽ പെണ്ണിട്ടില്ല എന്നൊക്കെ പറഞ്ഞ അതെ. तेरे बिन सो नहीं सकते, किसी के हो नहीं सकते, तू है तू. ക്ലാസിക്കലാണല്ലോ ഇപ്പം പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു എക്സ്പ്ലോറേഷൻ നോക്കിയില്ലേ, എന്തുകൊണ്ട് ഹിന്ദുസ്ഥാനിയിലോട്ടൊന്ന് മാറിക്കൂടാന്നുള്ളത്? അന്ന് ഹിന്ദുസ്ഥാനി ഉണ്ടോന്ന് അറിയില്ലല്ലോ, അന്ന് കർണാട്ടിക്കല്ലേ നമുക്കറിയുള്ളൂ. നമുക്ക് പേരൻസിനാണെങ്കിൽ അങ്ങനെ പറഞ്ഞു തരാനും ഹിന്ദുസ്ഥാനി ഉണ്ട്, കർണാട്ടിക് തോന്നി തുടങ്ങിയിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇപ്പൊ എനിക്ക് തോന്നി അന്ന് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, കുറച്ചും കൂടി നല്ല ഇൻവെസ്റ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിലോ എന്ന് അന്ന്. കാരണം നമ്മള് ഒരു 6, 7, 10 വയസ്സിൽ പഠിക്കുന്നതും ഒരു 30 വയസ്സിന് ശേഷം പഠിക്കുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഭയങ്കര ഇംപ്രഷനബിൾ ആയിട്ടുള്ള ഏജില് അത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, അന്ന് പഠിക്കുമ്പോ എപ്പോ ടൈം കിട്ടും കളിക്കാൻ വേണ്ടി ഇതിലാണല്ലോ പഠിക്കണത്. ഇപ്പൊ നമ്മള് പഠിക്കുമ്പോ അതിന്റെ സീരിയസ്നെസ് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഒരു മോൾഡിങ് ചിലപ്പം നമുക്ക് ചിലപ്പോ സംഭവം മനസ്സിലായി, പക്ഷെ അതിലേക്ക് എത്തിപ്പെടാൻ ചിലപ്പോ ഇത് കിട്ടുമായിരിക്കും, സമയം എടുക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ ബാക്ക് ടു ദ മാറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് ഹിന്ദുസ്ഥാനി ഉണ്ട്, ഗസൽസ് ഉണ്ട്, എന്ത് സംഭവം നമുക്കൊന്നും അറിയില്ല. ആകെ കൂടി പാട്ട് പഠിക്കാൻ പോകുമ്പോൾ കർണാട്ടിക് എന്നുള്ളേ ഉള്ളൂ. അത് കർണാട്ടിക് എന്നുള്ളൊരു വാക്ക് പോലും നമുക്കറിയില്ല. അത് പാട്ട് ക്ലാസ് എന്നുള്ളതിൽ മ്യൂസിക് ക്ലാസ്സിന് പോകണമെന്നേ ഉള്ളൂ. നമ്മൾ എക്സ്പോസ്ഡ് അല്ലല്ലോ, ഞങ്ങളുടെ ഫാമിലിയിലും ആരും എക്സ്പോസ്ഡ് ആയിരുന്നു. അച്ഛനും അമ്മയൊക്കെ ഒന്നും പാടില്ല? അമ്മ ചെറുതായിട്ട് പാടും. അല്ല, അച്ഛൻ നേരത്തെ പാടുന്നു പറഞ്ഞല്ലോ. അച്ഛന് അല്ല പാടില്ല, പാട്ട് ഇഷ്ടമായിരുന്നു. അപ്പം അമ്മ ചെറുതായിട്ട് പാടിയിരുന്നു. അപ്പം അച്ഛനും അമ്മയ്ക്കായിരുന്നു കൂടുതലും ഞങ്ങളെ മ്യൂസിക് ക്ലാസ്സിലും ഇതിലൊക്കെ കൊണ്ടുപോകാനും അതിനൊക്കെ ഇൻട്രസ്റ്റ്. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് പണ്ടത്തെ ഓഡിയോ കാസറ്റ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് സോങ്സ് അങ്ങനെ ഒരുപാട് കേൾക്കും. അങ്ങനെയൊക്കെയാണ് ഈ പല. എനിക്ക് തോന്നുന്നത് വലിയൊരു ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും റിയാലിറ്റി ഷോസിൽ. അവിടെയും കുറെ കേൾക്കണല്ലോ പാട്ട്. അതെ അതെ, ഒരു പാട്ട് പഠിക്കണമെങ്കിൽ കുറെ പ്രാവശ്യം കേൾക്കണ്ടേ? പിന്നെ പഠിക്കല് മാത്രമല്ല, നമുക്ക് പല ഐഡിയാസ് കിട്ടാനും കേൾക്കന്നെ വേണം. നമുക്ക് സെൻസിബിലിറ്റി ഉണ്ടാവാനും കേൾക്കന്നെ വേണം. ഇപ്പൊ നമുക്കൊരു സോങ് കിട്ടി, ആ സോങ്ങിന് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്താൽ പോരാ. ഒരു ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ഭയങ്കര എറോട്ടിക് ആയിട്ടുള്ളൊരു മെലഡി വന്നു, നമ്മൾ അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് സരി ഗമ പദനിസ എന്നൊക്കെ സ്വരം ഇട്ട് കഴിഞ്ഞാൽ നാച്ചുറലി അതിൻ്റെ എറോട്ടിക് ഫീല് പോയി, അത് വേറെന്തോ ആയി. അപ്പം ഇത് ടേസ്റ്റ്ഫുള്ളി ചെയ്യണം, ആഡ് ഓൺ ചെയ്യണം. അതിന് നമുക്ക് ഒരുപാട് മ്യൂസിക് കേട്ട് പരിചയം തന്നെ വേണം. എന്നാലേ നമുക്ക് ഓക്കെ ആ സോങ്ങിൽ അങ്ങനത്തെ ഒരു ആഡ് ഓൺ അല്ല വേണ്ട, സ്വരം അല്ല ആഡ് ഓൺ ചെയ്യണ്ടേ, അല്ലെങ്കിൽ അങ്ങനത്തെ അതിൽ വേറെ എന്തെങ്കിലും വേണം. അതാണ് അവിടെയാണ് എന്താ പറയാ, ഒരു നോർമൽ ഒരു സിംഗറും ഒരു മ്യൂസീഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം ഞാൻ ഖ്വാജാജിക്ക് തുടക്കത്തിൽ ഒരു ചെറിയൊരു ബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഒരു ഉറുദുവിൽ കുറച്ച് വരി എഴുതി കമ്പോസ് ചെയ്യുക ചെയ്തത്. അപ്പം ബേസിക്കലി ഓ പീർ മേരെ പീർ, സാസോ മേ തർജ, ഓ പീർ മേരെ പീർ, ദിൽ മേ സമാജ, അങ്ങനത്തെ ഒരു 4 വരി കമ്പോസ് ചെയ്ത്. അപ്പം
മെന്റേഴ്സും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ എന്താ ചെയ്യാൻ പോണേ. അപ്പൊ ബൈ ദാറ്റ് ടൈം ഷോയില് എല്ലാവരും എല്ലാ സോങ്സിലും എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളൊരു ലെവലിലേക്ക് എത്തി. അപ്പോൾ മെന്റേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്താ ചെയ്യാൻ പോണേ, നീ തുടക്കത്തിലെ ഖ്വാജാജി അതിലാണോ ഇംപ്രൈസ് ചെയ്യാൻ പോണേ. ഞാൻ പറഞ്ഞു ചേട്ടാ എല്ലാവരും അതിൽ തന്നെയല്ലേ ഇംപ്രൈസ് ചെയ്യാൻ പോകുന്നത്, അത് എക്സ്പെക്റ്റഡ് ആണ്, നമുക്കൊരു ഡിഫറെന്റ് സംഭവം പിടിച്ചാലോ എന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ നീ ധൈര്യമായിട്ട് ചെയ്യണം അങ്ങോട്ട് നമുക്ക് ഫുൾ ഇത് കിട്ടുകയും ഫ്രീഡം തരുകയും ചെയ്തു. ഞാനൊരു സംഭവം ഇങ്ങനെ ചെയ്തു, അതായത് ഞാൻ എൻ്റെ ലിറിക്ക് സെറ്റ് ചെയ്ത് മ്യൂസിക്കും ചെയ്തു, ഞാൻ കേൾപ്പിച്ചു കൊടുത്തു, അവരതിൽ കറക്ഷൻസ് പറഞ്ഞു, ഞാൻ ഒന്നും കൂടി റീവർക്ക് ചെയ്തു, ഒന്നും കൂടി ചെയ്തു. അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ളൊരു ഐഡിയ വരുന്നത് ഇങ്ങനെ എന്താ പറയുക കേൾക്കുമ്പോഴാണ്. ഞാനിതുപോലെ MTV അല്ല നെസ്കഫേൻ്റെ നെസ്കഫെ ബേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊരു സീരീസ് ഉണ്ട്, ഈ MTV അൺപ്ലഗ്ഡും കോക്ക് സ്റ്റുഡിയോ ഒക്കെ പോലെ. അപ്പോൾ അവര് അതിലൊരു സോങ് ചെയ്തിരുന്നു, പിയാരെ 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 പിയാരെ. അപ്പോൾ അതില് അവര് അതിനെ റീഇമാജിൻ ചെയ്തതിൽ വേറെ രീതിയിലാണ്. അതിൽ തുടക്കത്തിൽ ഇതുപോലെ അവർ കുറച്ച് വരി അഡീഷണലി എഴുതി അത് ഒരു വിരുത്തം പോലെ ഇങ്ങനെ പാടിയിട്ട് ഫുൾ ഇൻസ്ട്രുമെന്റ്സ് ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് ഒരു പെട്ടെന്നൊരു ബ്രേക്ക് വന്നിട്ട് പിയാരെ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. എനിക്ക് ആ ഐഡിയ കിട്ടിയ അവിടുന്ന്. അപ്പൊ നമ്മൾ അത് കേട്ടത് കൊണ്ടാണ് എനിക്ക് ഐഡിയ കിട്ടിയത്. അത് കേട്ടുകൊണ്ടാണ് നമ്മൾ എസ്പെഷ്യലി ഡിഫറെന്റ് ജോണേഴ്സ് ഇങ്ങനെ കേൾക്കണ കാരണം ഇതെന്നൊക്കെ നമുക്ക് ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതെ, അപ്പം നമുക്ക് ആ കേൾവി തന്നെയാണ് ഏറ്റവും വലിയ ആയുധം ഞാൻ പറയാം. കാരണം നമ്മൾ എല്ലാത്തരം സോങ്സും കേൾക്കണം. അപ്പം ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിലും അവര് പുതിയതായിട്ട് സംഭവം ചെയ്യുന്നത് നമുക്ക് ചിലപ്പോൾ ഇവിടെ പുതിയതായിട്ട് തോന്നിയേക്കാം, പക്ഷെ അവർക്ക് അത് എവിടെ നിന്നെങ്കിലൊക്കെ ഒരു ഇൻഫ്ലുവൻസ് കിട്ടിയത് തന്നെയുള്ളൂ. ഇപ്പൊ ഒരു ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊരു ഇതുണ്ട്, എവറി ആർട്ടിസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയും. പക്ഷെ അങ്ങനെ ഞാൻ അത്രയും ഇതാക്കി പറയില്ലെങ്കിലും എല്ലാ ആർട്ടും എവിടെയെങ്കിലൊക്കെ ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് എന്താ പറയാ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം അതിന് ഈ പറഞ്ഞ പോലെ ഓൺ സ്റ്റേജിൽ പെട്ടെന്ന് മോഡുലേഷൻസ് അങ്ങനത്തെ ഇംപ്രവൈസേഷൻ കൊടുക്കാറുണ്ടോ? ചിലപ്പോ, ചില സമയത്തില്ല, അത് വരാറുണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട്, ചിലപ്പോ മാത്രം. അതിന് ഭയങ്കര ഒരു ധൈര്യം വേണല്ലോ. അതെ അതെ അതെ, അതുകൊണ്ടാ ചിലപ്പോ മാത്രം ക്ലിക്ക് ആവണല്ലോ അത്. പണി പാളിക്കഴിഞ്ഞാൽ മൊത്തം പോവും. അതെ, അങ്ങനെ ചെയ്തൊക്കെ ഏതായിരുന്നു, ഏതിലാ പെട്ടെന്ന് അങ്ങനെ തോന്നിയിട്ട് കൊടുത്തത്, ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ മാത്രം പറഞ്ഞു. പെർഫോമൻസ് അരവിന്ദിന്റെ കൂടെ ചെയ്തതില് അങ്ങനെയല്ല, പെട്ടെന്നൊരു സംഭവം ഞാൻ ഇങ്ങനെ കയ്യിൽ സ്പോട്ടിലിട്ടു, അതൊരു ഭയങ്കര ഇഷ്ടമായി. അപ്പം അതൊക്കെ എനിക്ക് ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു വൈബ് അല്ല, ഒരു മൂഡാണ് ആ സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാന്നുള്ളത്. കാരണം അത് ഭയങ്കര വലിയൊരു എന്താ പറയാ, ഭയങ്കര വലിയ എന്താ പറയാ ടാസ്ക്കാണ്. അതങ്ങനെ ചെയ്ത് അവരുടെ അടുത്തുനിന്നൊരു ജഡ്ജിങ് നല്ല കറക്റ്റായിട്ട് വരും വേണല്ലോ അതിന്റെ കൂടെ തന്നെ. അതെ, നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഇത് ചിലപ്പോ വർക്കാവും വർക്കാവില്ല എന്നുള്ളത്. പക്ഷെ നമ്മളത് പാടുമ്പോ തോന്നണതാണോ, പാടുമ്പോ ഇങ്ങനെ പാടണം എന്നുള്ള രീതിയിൽ അങ്ങനെയാണോ? അതുകൊണ്ട് പ്രീ പ്ലാൻഡ് അല്ലല്ലോ അത്. അല്ല, പിന്നെ ചില പാട്ടുകളുടെയും ബൈ വേർച്യു ഓഫ് സം സോങ്സും ഉണ്ട്. അപ്പം നമുക്കൊരു ഗസൽ എങ്ങനെ വേണമെങ്കിലും ഇംപ്രൈസ് ചെയ്യാലോ. അപ്പം ആ സോങ്ങിന്റെ ഉണ്ട് ഒരു പരിധി വരെ. അപ്പം ചില സോങ്സിൽ ചിലപ്പം ആരും അത് എന്റർടൈൻ ചെയ്യില്ല. അപ്പം എനിക്കും പൊതുവെ അങ്ങനെ തോന്നാറില്ല. ഇപ്പം ബാബുക്കന്റെ പണ്ടത്തെ പാട്ടുകൾ സ്റ്റേജ് ഷോസിലും പലരും പലതുപോലെ ഇംപ്രവൈസ് ചെയ്തൊക്കെ പാടുന്നുണ്ട്. പക്ഷെ അതേപോലെ എക്സാക്ട്ലി അതേപോലെ നമുക്ക് ഇംപ്രവൈസ് ചെയ്തിട്ട് ചിലപ്പോൾ റിയാലിറ്റി ഷോയിൽ പാടാൻ പറ്റില്ല. പണ്ടത്തെ പാട്ടുകൾ നമ്മൾ കേട്ട് വെച്ചിട്ടുള്ളൊരു ഇതുണ്ട്, ആ സോളിനെ മാറ്റി നമ്മൾ എന്ത് ചെയ്താലും ആൾക്കാർ അത് ചിലപ്പോൾ പെട്ടെന്ന് അത് ക്വസ്റ്റ്യനിങ് വരും. അതാണ്. അപ്പം അങ്ങനത്തെ പാട്ടുകളുടെയും പാട്ടിന്റെയും ഒരു ഇതുണ്ട്. അതെ അതെ, ഓരോ പാട്ടിനനുസരിച്ചിട്ടാണ് ആ മാറ്റങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് ഒന്ന് ഒരു കൺജക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാലും അത് ചിലപ്പോ കാണുന്നില്ല. അതെ, ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ആ ഒരു സമയത്തിന്റെ ടൈം കറക്റ്റ് ആണെങ്കിൽ എല്ലാം വർക്ക് ആവും എന്നുള്ളതാണ്. ഈ വോക്കൽ കോഡ്സിന് എങ്ങനെയാണ്, ലൈക്ക് വോക്കൽ ഹൈജീൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പൊ ഇത്രയും റിയാലിറ്റി ഷോസ് ഒക്കെ ചെയ്യുന്നല്ലോ, എന്താണെങ്കിലും ഓരോരോ പ്രശ്നങ്ങൾ വന്നും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, അതിനെങ്ങനെയാ ട്രീറ്റ് ചെയ്യണത്? അത് മാക്സിമം സ്പൈസി ഓയിലി ഫുഡൊക്കെ ഒഴിവാക്കുക, മാക്സിമം
ഇപ്പം പെർഫോമൻസിന്റെ നമുക്ക് എന്തായാലും അങ്ങനൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ മാക്സിമം പെർഫോമൻസിന്റെ തലേന്നൊക്കെ അത്രയും സ്പൈസി അല്ലെങ്കിൽ അത്രയും ഓയിലി ഫുഡൊക്കെ ഞാൻ ഒഴിവാക്കാം. സ്പൈസി ഫുഡ് ഇഷ്ടമാണോ? അത്രയും സ്പൈസി ഫുഡൊന്നും ഇഷ്ടമല്ല. അല്ല, ഞാൻ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോ ചോദിച്ചതാ. അത്ര സ്പൈസി ഞാൻ പൊതുവെ കഴിക്കാറില്ല, പക്ഷെ അത്യാവശ്യം ഓയിലി ഞാൻ കഴിക്കാറുണ്ട്. ഫ്രൈഡ് ഒക്കെ ആയിട്ടുള്ളതൊക്കെ അതൊക്കെ ഞാൻ മാക്സിമം ഒഴിവാക്കും. പിന്നെ അതുപോലെ ഞാൻ തണുത്ത ഐറ്റംസ് ഒന്നും കഴിക്കില്ല. നേരത്തെ കഴിക്കില്ല. ഐസ്ക്രീം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ പൊതുവെ കഴിക്കാറില്ല. പിന്നെ വെള്ളം ഇടയ്ക്ക് കുടിക്കുക. പിന്നെന്താ, അധികം ലൗഡായിട്ട് സംസാരിക്കാതിരിക്കുക. അതെ. പിന്നെ നമ്മൾ നിൽക്കുന്ന അറ്റ്മോസ്ഫിയറും ഒരുപാട് പൊടിയും അങ്ങനത്തെ പുകയും പൊടിയൊക്കെ ഉള്ള ഇതിലാണെങ്കിൽ നാച്ചുറലി അത് ഇറിറ്റേഷൻ വരും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ചെന്ന് പെടാതിരിക്കാനും മാക്സിമം നോക്കുക. ഓൺലി പ്രോഗ്രാം വരെയാണോ അതോ ത്രൂ ഔട്ട്? അല്ല, പൊതുവേ ഞാൻ അങ്ങനെയാണ്. നമ്മൾ റോട്ടിൽ നടക്കാൻ ഇറങ്ങുകയാണെങ്കിൽ പോലും ഒരു മാസ്ക് ഒക്കെ ഇട്ട് നടക്കാനാണ് ഏറ്റവും സേഫ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ. കാരണം എല്ലായിടത്തും പണി നടക്കുമ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ. ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത്, യുവർ ഹാൻഡ്സ് ആർ ഫുള്ളി ടാറ്റൂഡ്. ഇസ് ദേർ എനി സ്റ്റോറി ബിഹൈൻഡ് ദിസ്? എനിക്ക് ഇങ്കിങ് ഭയങ്കര ഇഷ്ടമാണ്. ടാറ്റൂസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇങ്ങനെ ഓരോരുത്തരെ സ്ലീവ് ഒക്കെ ഇട്ട് വരുമ്പം ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പല കൈൻഡ് ഓഫ് മ്യൂസിക് ഒക്കെ. ഇതൊരു പാർട്ട് ഓഫ് എക്സ്പ്ലോറേഷൻ ആണോ? പാർട്ട് ഓഫ് എക്സ്പ്ലോറേഷൻ ഒരു കോൺസിക്വൻസ് ആണ് അതിന്റെ. ഞാൻ റോക്ക് മ്യൂസിക് ഒക്കെ കേട്ടപ്പോൾ, റോക്ക് മ്യൂസിക്കിൽ അറിയാലോ എല്ലാവരും ഭയങ്കര സ്വാഗും ഭയങ്കര ഇതൊക്കെ ഇട്ടിട്ടുള്ള നടക്കുക, ഭയങ്കര ഓറ കൊണ്ടാണല്ലോ നടക്കുക. അത്രയും ടാറ്റൂ സ്ലീവ് ഒക്കെ വെച്ച്. അപ്പം അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു കൊതി, അങ്ങനെയൊക്കെ ഒരു കൈയൊക്കെ വേണം. അങ്ങനെ അടിച്ചു തുടങ്ങിയതായിരുന്നു ആക്ച്വലി ഇത്. എന്റെ ഏറ്റവും ആദ്യത്തെ ടാറ്റൂ ഇതായിരുന്നു, ഈ വേൾഡ് പീസിന്റെ സിമ്പിൾ. ഇത് ലോക സംസ്ഥ സുഖിനോ ലോക സംസ്ഥ സുഖിനോ അങ്ങനെയാണ്. ഇവിടെ രണ്ടെണ്ണം, ഇവിടെ രണ്ടെണ്ണം. ഇത് എത്ര സമയം എടുത്തു ഇത് ചെയ്ത് കഴിയാൻ വേണ്ടിട്ട്? അത് ഫുൾ ഒരു ദിവസത്തിന്റെ വർക്കാണോ അതോ? ആക്ച്വലി ഇതാണ് ഏറ്റവും ആദ്യം എടുത്തത്. ഇത് എടുത്തിട്ട് ഒരു 2-3 years കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം ചെയ്തത്. 2-3 years കഴിഞ്ഞിട്ടോ? ഓക്കെ. അപ്പം ഇത് ഫസ്റ്റ് ചെയ്തപ്പം വിചാരിച്ചില്ല ഞാൻ ഇനി ചെയ്യും എന്നുള്ളത്? അല്ല, ഇത് ചെയ്തപ്പോ എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഇത് ഓൾറെഡി എൻ്റെ ആ ഡിസൈൻ്റെ ഭാഗമായിട്ടായിരുന്നു ഞാൻ ഇവിടെ ഇങ്ങനൊരു സംഭവം വേണമെന്ന് തീരുമാനിച്ചത്. എന്നിട്ട് ഇവിടെ അങ്ങനെ ഇത്, പക്ഷെ അന്ന് എനിക്ക് ഡിസൈൻ ഫുള്ളി ഞാൻ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതിരുന്നിട്ട് പിന്നെ എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല ആക്ച്വലി. പിന്നെ ഐ നീഡ് ടു സേവ് അപ്പ്. ഇത് അത്യാവശ്യം ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഹോബിയും കൂടിയാണ്. അത് പെയിൻഫുൾ അല്ലേ അത്? പിന്നെ നല്ല നമ്മൾ ഞാൻ ആദ്യം ഇവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ ഏരിയയൊക്കെ വലിയ കുഴപ്പമില്ല. ഇവിടേക്ക് വരുമ്പോഴാണ്, കാരണം ദ സ്കിൻ ഹിയർ കുറച്ചും കൂടി ലൈറ്റ് ആണ്, കുറച്ചും കൂടി തിന്നറാണ് സ്കിൻ. അപ്പം ഇവിടെ വരുമ്പോൾ ഒന്നും കൂടി പെയിൻ കൂടും. പക്ഷേ ഇവിടെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടെ ഒന്നല്ല എന്നുള്ളത് മനസ്സിലായത്. ഇവിടെ പെയിൻഫുൾ ആണല്ലേ? അതെ. പിന്നെ ഈ പോർഷനിലേക്കൊക്കെ എത്തിയപ്പോഴാണ് ഇതൊന്നല്ല എന്ന് മനസ്സിലായത്. അത് ഇവിടെ ഭയങ്കര പെയിൻ ആയപ്പോഴാണ് ഞാൻ ഇതുപോലെ ഇവിടെ വേണോന്ന് വിചാരിച്ചത്. അത് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു. ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. ഞാൻ ഇത് വീട്ടില് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, വീട്ടിലങ്ങനെ കുഴപ്പമില്ല. പ്രശ്നമില്ല. ചിലപ്പോ അത് ഇങ്ങനെ ഇങ്കിങ് ആയ കാരണം ചില ഇങ്ങനെ പറയുമല്ലോ അത് അത്ര നല്ലതല്ല, അങ്ങനെ പല റൂമേഴ്സ് ആണ് കേൾക്കുന്നത്. പക്ഷെ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാരും അതൊരു ഫാഷന്റെ ഭാഗമായിട്ടും ഈവൻ പെൺകുട്ടികളും ട്രെൻഡിങ്ങിന്റെ ഭാഗമായിട്ടും എവിടൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇനിയും ഉണ്ടോ ഇനിയും കലാപരിപാടികളിൽ? എനിക്ക് ആഗ്രഹമുണ്ട്. കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇതില് ഒരെണ്ണത്തില് ചെയ്തിരുന്നു, ഒരു റെഡ് ചെറിയൊരു അത് ആക്ച്വലി ഒരു ട്രയൽ ആയിരുന്നു. ഞാൻ ടാറ്റു ആർട്ടിസ്റ്റിനെ അടുത്ത് ചോദിച്ചു കളേഴ്സ് ചെയ്യാൻ പറ്റുമോ. അപ്പം പൊതുവെ കൊക്കേഷ്യൻ സ്കിന്നൊക്കെയാണ് കളേഴ്സ് കൂടുതലും എടുത്ത് കാണിക്കുക. നമ്മളുടെ ഇന്ത്യൻ സ്കിൻ, ഡാർക്ക് സ്കിൻ ഒക്കെ അത് നടക്കുമെന്ന് അറിയില്ല. അപ്പം നമുക്ക് ട്രയൽ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോട്ട് ഡാർക്ക് എന്ന് പറയാൻ പറ്റില്ലല്ലോ. നന്നായിട്ട് പോകും. ഞാൻ ഒരുപാട് പേരുടെ കണ്ടിട്ടുണ്ട് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ടാറ്റൂസ്. അതിപ്പോഴത്തെ ട്രെൻഡിങ് ആണ് തോന്നുന്നു. അല്ല, പക്ഷെ അതെന്താ അറിയോ, ആദ്യം അടിച്ച ഉടനെ ചിലപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നും.
പിന്നെ അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാലാണ് അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അത് പക്ഷെ ആർക്കും അങ്ങനെ നെസസറിലി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം പുള്ളി അതാണ് ഉദ്ദേശിച്ചത്. എന്തായാലും ഈ ചെറിയൊരു പോയിന്റ് അല്ലേ ഉള്ളൂ, നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത് നോക്കിയപ്പം വലിയ കുഴപ്പമില്ല. അപ്പം മേ ബി ഞാൻ ഇതൊന്നും കൂടി ഒന്ന് കളറാക്കുമായിരിക്കും. അടുത്ത ഇന്റർവ്യൂ ആകുമ്പോഴേക്കും ഫുൾ കളർഫുൾ. ഇത് ഏത് സമയത്താ ചെയ്ത്, എത്ര വർഷം എടുത്തു ഇത് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ? ഓക്കെ, ഇത് ആക്ച്വലി ഒരു 3 hours തീർന്നു ഈ ഫസ്റ്റ് ടാറ്റു. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇത് ഒരു 1 day എടുത്തു, ഇതും ഒരു 1 day എടുത്തു, ഇതൊരു ഹാഫ് ഡേ എടുത്തു. അല്ല ഇത് എത്ര ഇയേഴ്സ് ആയി ചെയ്തിട്ട്? ഐ തിങ്ക് ഇപ്പൊ ഒരു 2-3 years ആവുന്നുണ്ട്. സ്റ്റിൽ ലുക്ക് ഫ്രഷ് എന്നല്ല ചെയ്ത പോലെ, അങ്ങനെ കളർ അതുപോലെ നല്ല ആൾക്കാരുടെ അടുത്ത് പോണം എന്നുള്ളതൊരു വലിയൊരു അതുകൊണ്ട്. അതുപോലെ നമ്മൾ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള മെയിൻറ്റെയിനിങ് ഉണ്ടല്ലോ. ഒരുപാട് വെയിലടിക്കാതെയും പിന്നെ ഇതിനായിട്ടുള്ള ക്രീമും സൺസ്ക്രീനൊക്കെ തേച്ച് അങ്ങനെ ഒരു സമയം ഇതിനൊക്കെ ഉണ്ടാവും, കിട്ടുന്നുണ്ടോ? മാക്സിമം നോക്കും ഞാൻ. അതെ അല്ലേ, ഇതൊരു എന്താ പറയാ ഇഷ്ടപ്പെട്ട കാര്യമായതുകൊണ്ട് ഇതിന് മെയിൻറ്റെയിൻ ചെയ്ത് പോണം എന്നുള്ളത്. അതെ, പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല ആർട്ടിസ്ട്രി ആണ്, അതുകൊണ്ട് ഇങ്ങനെ നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ചെറിയൊരു ഡിപ്രഷൻ ഫേസിലൂടെ ഒക്കെ കടന്നു പോയതിന് ശേഷമാണ് ഞാൻ ബാക്കി ടാറ്റൂസൊക്കെ അടിച്ചത്. അപ്പം ഇതാദ്യം അടിച്ച്, പിന്നെ ഞാൻ പൊതുവെ ഒരു പാസിഫിസ്റ്റ് ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ്, ലിവ് ആൻഡ് ലെറ്റ് ലിവ്, ആ ഒരു ഇതാണ്. അപ്പം ഈ ഹോൾ സംഭവത്തിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ബേസിക്കലി ലോക സംസ്ഥ സുഖിനബന്ധുവാണ്. അതാണ് ഞാനിവിടെ അടിച്ചിട്ടുള്ളത്. അപ്പം ഇത് നമ്മുടെ ഭൂമി, അതിപ്പോൾ കരയിലും സിംഹം, വെള്ളത്തിലും അതുപോലെ പറന്നു നടക്കുന്നതും അങ്ങനത്തെ സസ്യങ്ങൾ, അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള ജീവജാലങ്ങളും മേ ദേ ലിവ് ഇൻ ഹാർമണി എന്നുള്ളൊരു ഐഡിയ ആണിത്. അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളും അതാണിത്. അപ്പം എന്താ പറയുക, വേൾഡ് പീസ്, മൊത്തത്തിൽ ആ ഒരു തീമാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഈ തീം എങ്ങനെയാ തോട്ട് വന്നത്, ഇങ്ങനെ ഒരു തീം എടുക്കണം എന്നുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, പൊതുവെ ഒരു പെസിഫിസം ഒരു ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താ പറയുക, അങ്ങനത്തെ ഒരു പീസ് ആഗ്രഹിക്കുന്ന ഒരാളാണ് പൊതുവെ. നമ്മളെല്ലാം ഇപ്പോഴത്തെ ഒരു ഇതിലും നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ ലോകത്ത് എല്ലാവരും World War III സ്റ്റാർട്ട് ചെയ്യുന്നൊരു അങ്ങനത്തെ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പം ഇഫ് എവ്രി വൺ എന്താ പറയുക അവനവൻ്റെ കാര്യം നോക്കി നിന്നാൽ, ആരെയും ദ്രോഹിക്കാതെ മുന്നോട്ട് പോയാൽ, the world will be a better place എന്ന് പറയുന്ന പോലെ. നൈസ് തോട്ട്. നമുക്കിനി ഫാമിലിയെ കുറിച്ച്, ചേച്ചിമാരെ കുറിച്ചൊന്നും പറഞ്ഞില്ല ആക്ച്വലി. അവരെവിടെയാണ്? പാട്ട് പാടുന്നത് നേരത്തെ പറഞ്ഞു. ചേച്ചിമാർ പാട്ട് പാടുമെങ്കിൽ അവരങ്ങനെ പ്രൊഫഷണലി അങ്ങനെ പെർസ്യൂ ചെയ്തിട്ടില്ല. എൻ്റെ മൂത്ത ചേച്ചി ദീപ്തി എന്നാണ് പേര്. ഹസ്ബൻഡിൻ്റെ കൂടെ ദുബായിലാണ്. ആ ചേച്ചിക്ക് 2 മക്കളുണ്ട്. മൂത്തതൊരു ആൺകുട്ടി, ഇളയതൊരു പെൺകുട്ടി. പിന്നെ എൻ്റെ രണ്ടാമത്തെ ചേച്ചി ദിവ്യ എന്നാണ് പേര്. ചേച്ചി ഖത്തറിലാണ്. ചേച്ചിക്കൊരു മോനുണ്ട്. മൂത്താൾ അവിടെ വർക്ക് ചെയ്തിരുന്നു. ഇപ്പം കുട്ടീനെ നോക്കാനായിട്ട് ഷീസ് നോട്ട് വർക്കിംഗ്. രണ്ടാമത്തെ ആള് ഇപ്പം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 2 ചേച്ചിമാരും പാടും. നല്ല ക്രിട്ടിക്കായിരിക്കുമല്ലോ, പാട്ടൊക്കെ പാടി കഴിഞ്ഞിട്ടൊക്കെ വന്ന് വിളിച്ച് പറയാറുണ്ടോ? ഇല്ല, ഇപ്പൊ അങ്ങനെയില്ല. കാരണം ഇപ്പോ എന്താ പറയാ, ഞാൻ കുറെയൊക്കെ ഈ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ സോങ്ങിനെ ക്രിട്ടിക്ക് ചെയ്യുന്ന ഒരു ലെവലിലേക്കൊന്നും അവർക്ക് ക്രിട്ടിക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്ക് വളരെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റും. അതായത് എനിക്ക് ഓൾറെഡി പാടി റെക്കോർഡ് ചെയ്ത് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പം അതാ നമ്മള് ഒരു പ്രോ ലെവലിലേക്ക് കടക്കുമ്പോഴുള്ള വ്യത്യാസമാണ്. അല്ല, വീട്ടിൽ നിന്നുള്ള ക്രിട്ടിക്ക് അവരുടേതായിട്ടുള്ള ക്രിട്ടിക്ക്, എന്നാലും അത് ഒരുപാട് ഡെപ്ത് കൂടിയതല്ല. എടാ നീ ഇത് ഇങ്ങനെ ചെയ്ത് നന്നായിരുന്നു എന്നൊക്കെ അങ്ങനത്തെ തമാശ രീതിയിലൊക്കെ. അങ്ങനെ പൊതുവില്ല, അങ്ങനെ പാടി കൊടുക്കാറില്ല. ഇന്ന പാട്ട് പാടണം കേട്ടോ, നീ അടുത്തതിൽ ഈ പാട്ടും കൂടെ സെലക്ട് ചെയ്യേ, അങ്ങനത്തെ ഒക്കെ കുറച്ച് ഐഡിയാസോ? ഐഡിയാസ് അങ്ങനെ ഞാൻ അവരുടെ സജഷൻസ് ചോദിക്കും. നമുക്കിപ്പോൾ ഒരു റൗണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ന റൗണ്ടിന് പറ്റിയ പാട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, അങ്ങനെയൊക്കെ അങ്ങനെ സജഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കത് അതുകൊണ്ട് ചോദിച്ചത്. ഔസേപ്പച്ചൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു?
ഔസേപ്പച്ചൻ സാറിൻ്റെ കൂടെ എനിക്ക് ടെക്നിക്കാലിറ്റി ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു വോക്കൽ എങ്ങനെ ട്യൂൺ ചെയ്യാനും അതുപോലെ തന്നെ ക്ലയൻസിനെ എങ്ങനെ ഡീൽ ചെയ്യാനും സാറ് ഓരോ ഇപ്പം ഡയറക്ടർ വന്നാൽ ഡയറക്ടറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യും, അതുപോലെ തന്നെ സിംഗർ വന്നു കഴിഞ്ഞാൽ സിംഗറിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും ഒക്കെയും. പിന്നെ സാറിന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്കൂല, അത്രയും ഫോക്കസ്ഡ് ആവും, കമ്മിറ്റഡ് ആണ്. അതും ഇപ്പോഴത്തെ സാറിൻ്റെ ഒരു ഏജും വെച്ചൊക്കെ നമ്മൾ നോക്കുമ്പോഴേ അങ്ങനെ എനിക്ക് ഒരാൾ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വലിയ കാര്യമാണ്. സാറിങ്ങനെ ഇരിക്കും, നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്കും ഭയങ്കരമായിട്ട് ഒരു ബ്രേക്ക് കിട്ടിയിരുന്നെങ്കിലോ എന്ന് വിചാരിക്കും. നമുക്ക് അത്രയും പേഷ്യൻസ് ഇല്ല. സാറ് മ്യൂസിക് ചെയ്തൊരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിലാണ് ഞാൻ സൗണ്ട് എഞ്ചിനീയർ റെക്കോർഡിംഗ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ ഒരു സോങ് നോർമലി സാറിൻ്റെ റെക്കോർഡിങ്സ് സാറിന് റെക്കോർഡിങ് എടുക്കാറ്. സാറ് ടെക്നിക്കലിയും ഭയങ്കര എക്വിപ്ഡ് ആണ്. അപ്പം ഇത്തവണ ജയേട്ടനാണ് വന്ന് ആ പാട്ട് പാടിയത്. അപ്പം ജയേട്ടൻ വരുന്നതുകൊണ്ട് സാറ് ഒരു എഞ്ചിനീയറിനെ വേണമെന്ന് പറഞ്ഞിട്ട് ആണ് ഞാൻ പോകുന്നത്. അപ്പം സാറിന് മ്യൂസിക് നോക്കണം, സാറിന് ടേക്കും ഇതും ഒരുമിച്ച് നടക്കില്ല എന്ന് പറഞ്ഞു എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയിട്ട് കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യും, ബാക്കി ടെക്നിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഹാൻഡിൽ ചെയ്യും, സാറ് മ്യൂസിക്കാലിറ്റി നോക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ജയേട്ടൻ്റെ വോക്കൽ എടുക്കാൻ പോയി. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഗായകന്റെ വോക്കൽ അത് ഭയങ്കര ഒരു ലെസൺ ആയിരുന്നു. ജയേട്ടൻ വന്നു, പിന്നെ അവരൊക്കെ പാടി തുടങ്ങുമ്പോഴാണ് നമ്മുടെ വോയിസൊക്കെ ഭയങ്കര ഫീബിൾ ആണല്ലോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ചേട്ടൻ ഇങ്ങനെ ഇവിടെ വന്നിരിക്കും, സാറിൻ്റെ ചേട്ടൻ്റെ ഇത് അറിയാലോ, ആള് വന്നിരുന്നെങ്കിൽ നമ്മൾക്ക് പേടിയാ, മീശൊക്കെ പിരിച്ചിങ്ങനെ ഇരിക്കാനുള്ള എന്താന്നുള്ളത് ഇങ്ങനെ ചോദിക്കുമ്പോ തന്നെ അത്രയും ബേസും ഉണ്ട്. അപ്പൊ സാറ് ഇങ്ങനെ വന്നിരിക്കും, മൈക്ക് ഇവിടെ ഇരിക്കണം, സാറ് വെറുതെ ഇങ്ങനെ നോക്കി പാടും. ഇങ്ങനെ നോക്കി പാടുമ്പോൾ തന്നെ ഈ വണ്ണമാണ് വോയിസിന്റെ വെയിറ്റ്. അപ്പം അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. നമ്മളൊക്കെ ഇവിടെ നിന്ന് പാടിയാലാണ് ഇതിന്റെ പകുതിയെങ്കിലും കിട്ടുള്ളൂ. അപ്പൊ അത് ആ ഒരു ജനറേഷന്റെ ഡിഫറൻസ് ആണ്. നാച്ചുറലി എക്വിപ്മെന്റ് ഭയങ്കര ബെറ്ററായി. അവര് പാടുന്ന കാലത്ത് അങ്ങനെ പാടിയാലേ കേൾക്കുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ആ ഔട്ട് ഓഫ് ദാറ്റ് നെസസിറ്റി അവർക്ക് അവരുടെ ഇത് ഗെയിൻ അത്രയും തള്ളി പാടേണ്ട ഒരു ഇതായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത് വേണ്ട. ഇന്നത്തെ കാലത്ത് ഇത്ര അടുപ്പിച്ച് പിടിച്ച് പാടിയാലും ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പം അതും ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ലെസൺ ആയിരുന്നു നമുക്ക് ആളുടെ എടുക്കലും. പിന്നെ ഔസേപ്പച്ചൻ സാർ ഭയങ്കര ക്രിട്ടിക്കൽ എന്താ പറയുക ഡീറ്റെയിലിങ്ങിൻ്റെ ആളാണ്. അപ്പം ഒരു വാക്കിൽ ഒരു അക്ഷരം ശരിയായിട്ടില്ലെങ്കിൽ ആ അക്ഷരം ശരിയാക്കുന്നവരെ എടുത്തിട്ട് പോവും. അങ്ങനൊക്കെ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. ആൻഡ് സാറിൻ്റെ കൂടെ ആ സോങ് ഒരു സോങ്ങിൽ ഇതുപോലെ കുറച്ച് കോറസൊക്കെ പാടാനും അവിടെ ഉണ്ടായിരുന്നത് കാരണം കോറസൊക്കെ പാടാനുള്ളൊരു ഇതൊക്കെ കിട്ടി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.